നമുക്ക് സ്ക്രിപ്റ്റ് ഒന്നും മാറ്റണ്ട, എഴുതിയത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാവർക്കും. അത് അത്രയും മനോഹരമായിട്ട് പുള്ളി കറക്ഷനെ പിന്നെ വന്നിട്ടില്ലെന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്ലസ്സി അത് നിലവിളിച്ച് കരയുകയും ചെയ്തു. ഓപ്പണായിട്ട് റോട്ടിൽ നിന്നിട്ട് ഒരു പള്ളിയുടെ മുമ്പ് നിന്നിട്ട് ഒരേ കരച്ചിൽ, കർത്താവ് എന്തിനാ എന്നെ ചതിച്ചതിന്. മമ്മൂക്ക പറഞ്ഞ എൻഡ് ഓഫ് ദ പോർഷൻ മമ്മൂക്കാക്ക് ചില ചേഞ്ചസ് പറഞ്ഞു. കാരണം അത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പോകുമ്പോൾ, പരാജയപ്പെട്ട ഒരു ഹീറോ ആയിട്ട് പോകുന്നൊരു അന്ന് മമ്മൂക്ക ചെയ്തിരിക്കുന്ന ഒരു ലൈൻ ഓഫ് ഫിലിംസ് കാണുമ്പോൾ ചിലപ്പം ഇന്ന് മമ്മൂക്ക വെറൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്ര വെറൈറ്റി ഇന്ത്യൻ ആക്ടേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ മണിക്ക് ഇത്ര ലെന്ത് ഡയലോഗൊക്കെ കട്ട് ചെയ്ത് എടുക്കണ്ടേ ഞാൻ ചോദിച്ചു. വിനീത് എന്നാണ് പറഞ്ഞത്, ഇല്ല അവൻ ചെയ്തോളൂ, ലെന്ത് ഷോട്ടൊക്കെ ചെയ്തോളൂ, കട്ട് ചെയ്യണ്ട. അപ്പം പുള്ളി പറഞ്ഞ് ഇപ്പോൾ ചെയ്യട്ടെ എന്ന് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 10 seconds അല്ല 15 seconds ചെയ്യുന്നു. പുള്ളി കണ്ണ് അകത്തേക്ക് കയറ്റിയിട്ട് മേളിൽ കയറ്റിയിട്ട് ഫുൾ വൈറ്റ് മാത്രമേ കാണുന്നു. പിന്നെ പുള്ളി താഴോട്ട് വരുന്നില്ല. ഞാൻ ഒരു കാലത്തിൽ എന്നെ ഒരു ആർട്ട് ക്യാമറമാനുള്ള ലേബലുണ്ടായിരുന്നു. സെൽഫ് ട്രെയിനിങ് എടുത്തോണ്ട് ഇല്ല. ആക്ച്വലി ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് ഡയറക്ഷനാണ് ഭയങ്കര താല്പര്യം. ഇത് ഡയനാണ് ടെലിവിഷനിലൊക്കെ മറ്റേ കോമ്പീരിങ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിയെ വരുമോ, വിളിച്ച് ഒരു ഓഡിഷൻ ചെയ്ത് നോക്കാനോ? മീര ജസ്മീനിക്ക് എടുത്ത ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതാണ് മീര ജസ്മീൻ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഇപ്പോൾ കാഴ്ച ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആൻഡ് നമുക്കത് പലപ്പോഴും കരഞ്ഞുകൊണ്ടല്ലാത്ത സിനിമ അവസാനിപ്പിക്കാൻ പറ്റാറില്ല. സോ ഈ കഥ മുഴുവൻ കേട്ടപ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷണൽ ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്നാണ് സാറിന് മനസ്സിലായത്. ആൻഡ് ആ സിനിമയിൽ ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ അപേക്ഷ കൊടുത്തിട്ട് അത് കീറി ഡസ്റ്റ്ബിന്നിലിടുന്ന ഷോട്ട്, ഇവർ തമ്മിൽ എന്തോ അസാൻമാർഗീയായിട്ടുള്ള കാര്യമാണെന്ന് നാട്ടുകാരെ ആരോപിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഞെട്ടിത്തരിക്കുന്ന ഷോട്ട്, അങ്ങനെ നമ്മൾ വിഷമിക്കുന്ന ഒരുപാട് ഷോട്ടുകളുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഗുജറാത്ത് ദുരന്തം കാണിക്കുമ്പോൾ, ഭൂകമ്പം കാണിക്കുമ്പോൾ ഷോട്ട്, ഇതൊക്കെ നമ്മളെ കരയിപ്പിക്കുന്ന ഷോട്ടുകളാണ്. ഈ കഥ പറഞ്ഞപ്പോഴും ഷൂട്ട് ചെയ്തപ്പോഴും സാറിന് പേഴ്സണലി ഏറ്റവും ഇമോഷണലി മൂവ് ചെയ്ത ഷോട്ട് ഏതാണ്? കാഴ്ച ഈ കഥ ആക്ച്വലി ബ്ലസ്സി ആദ്യം സൂത്രധാരൻ സെറ്റിൽ വെച്ചാണ് എൻ്റെ പറയുന്നത്. അന്ന് കാഴ്ചന് പേരില്ല, ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വൈകിട്ട്, പുള്ളി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ വൈകിട്ട് കഴിഞ്ഞിട്ട് പുള്ളിയുടെ റൂമിലേക്ക് പോകും. പുള്ളി സ്ക്രിപ്റ്റ് വായിക്കും, നാളത്തെ ഷൂട്ടിങ് അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ മനസ്സിലൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ഈ ക്യാരക്ടർ ശിവകാശിയിലിരുന്ന് വരുന്ന ഒരു പയ്യൻ്റെ കഥയാണ്. ശിവകാശിയിലെ ഒരു ഭയങ്കര ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, പൊട്ടിത്തെറിപ്പ് ഉണ്ടായി, കുറേ കുടുംബങ്ങൾ പ്രോബ്ലത്തിലായി. അപ്പം അവർ എവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ കേരളത്തിലാണ് വന്നത്. നെക്സ്റ്റ് നിയറസ്റ്റ് പ്ലേസ് കേരളമാണ്. അപ്പോൾ കേരളത്തിൽ ഭയങ്കര ഇമ്പ്രൂവിങ് ടൈമാണ് ലൈഫ്. ഭയങ്കരമായ 2000-ലൊക്കെ ആ സമയങ്ങളിലൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, മണി, ഗൾഫ് മണി ഉണ്ട്, എവരിബഡി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ വന്നാൽ ഡെഫിനറ്റ് കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്ന ഫാമിലിയിൽ റിയലാ വന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് വന്നതായിട്ട് പുള്ളിയുടെ ഒരു സങ്കല്പത്തിൽ ഒരു കഥ ഉണ്ടായി. അത് കേട്ടിട്ട് പിന്നെ അത് ലോഹിയേട്ടനാണ് എഴുതണമെന്ന് പറഞ്ഞിരുന്നത്. ലോഹിയേട്ടനക്ക് എഴുതാൻ സമയമില്ലാത്തത് കൊണ്ട് എഴുതി കൊടുത്തില്ല, അതെങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാനും മറന്നു, ഇത് നടക്കില്ല. അപ്പം ബ്ലസ്സി കേട്ടപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണം, എമോഷണൽ ഫിലിമാണ്. അപ്പം ബ്ലസ്സി എമോഷണൽ ഇഷ്ടപ്പെടുന്ന ഡയറക്ടറാണ്. അപ്പോൾ ഇത് വിട്ടു. ഞാൻ കസാക്കിസ്ഥാനിലൊരു പടത്തിന് ഷൂട്ടിങ് പോയിരുന്നു. രാത്രി 2 മണിക്ക്, തണുപ്പാണ്, -10 ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ റൂമിട്ടായിരുന്നത് റസാഖിന് ഒരു ഫ്രണ്ടും നന്ദു ആക്ടറില്ലേ അതേയായിരുന്നു. ആൾക്ക് ഒരു റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്ന, ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ആരും പോയി എടുക്കുന്നില്ല. രാത്രി തണുപ്പത്തെ ആരും എണിക്കത്തില്ലല്ലോ, -10 ഇരിക്കുന്ന ടൈമിൽ. അപ്പം ഞാൻ റസാഖ് വിളിച്ച് ചോദിച്ചു, എന്തിനാ അണ്ണാ അത് വിട്ടേക്ക് ഉറങ്ങുകയെന്ന് പറയാം, ഒന്ന് നോക്കാം എന്തെങ്കിലും എമർജൻസി ആയിരിക്കും, ഷൂട്ടിങ്ങിൻ്റെ കാര്യമായിരിക്കും പറഞ്ഞ് എടുക്കുമ്പോൾ അഴകപ്പനല്ലേന്ന് ചോദിച്ചു മലയാളത്തിൽ. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. എവിടെയാണ് ഇതാരാന്ന് ചോദിച്ചു. ഞാൻ മനോജ് സേവി എന്ന് പറഞ്ഞു. മനോജ് സേവിയർ പ്രൊഡ്യൂസർ. അപ്പോൾ പറഞ്ഞു സേവിയർ കസാക്കിസ്ഥാൻ വന്നിട്ടുണ്ട്. ഇല്ലണ്ണ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന്.
അതെന്താ ഇപ്പം വിളിച്ചത്, എനിക്ക് പേടി എന്താണ്, വീട്ടിലന്ന് ആ കമ്മ്യൂണിക്കേഷനിലില്ല, ആ ആ ആ മൊബൈലില്ല. അപ്പം വീട്ടിലെന്താ സംഭവിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് എന്ത് പറ്റി ടെൻഷനിൽ ചോദിക്കും, ആണ് സമാധാനപ്പെട്, എപ്പോൾ വരുന്നത്. ഞാൻ പറഞ്ഞു, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഉം, വന്ന നേരെ എൻ്റെ ഓഫീസിലേക്ക് വരണം. ഉം, ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോയിട്ട് വരാണ്. ഉം. ഇല്ലില്ല, നേരെ വീട്ടിൽ പോകണ്ട, എയർപോർട്ടിൽ നിന്ന് ഞാൻ പിക്കപ്പ് ചെയ്യും വരണം. എന്താണ്, ഒരു കഥ കേൾക്കാനുണ്ട്. എനിക്കൊന്നും തമാശയായിട്ടാണ് തോന്നി. അപ്പം ഞാൻ എന്താ സെഫി, ശരി വന്നിട്ട് കാണാൻ പറഞ്ഞ് കട്ട് ചെയ്ത്. എനിക്ക് പിന്നെ ഉറക്കം പോയി. ഉം, ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താ ഇങ്ങനെ വിളിച്ചത്, എന്ത് മാറ്റർ സീരിയസ് ആണ്, ഒന്നും മനസ്സിലായില്ല, ഉം, വിട്ടു. ഉം, അടുത്ത ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു, ഉം, കസാഖിസ്ഥാനിൽ ഷൂട്ട് ചെയ്ത്, ഷൂട്ടിങ് കഴിഞ്ഞാൽ എയർപോർട്ടിൽ പുള്ളി വണ്ടി അയച്ചിരിക്കുക. ഉം. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ പോയിട്ടേ വരും, ഞാൻ ഇത്ര ദിവസം വിട്ട് നിന്നാണ്. വീട്ടിൽ വന്ന് കുളിച്ചുകൊണ്ട് തന്നെ കാറിലെടുത്തിട്ട് പോയി. അവിടെ പോയപ്പോൾ ബ്ലസ്സി അവിടെ ഇരിക്കുക. ഉം. അപ്പോൾ ആഴപ്പണ ഒരു കാര്യമുണ്ട്, ഒരു കഥ ഉണ്ട് ബ്ലസ്സിയുടെ. ആ ബ്ലസ്സിയുടെ കഥ എനിക്കറിയാലോ, അണ്ണ കേൾക്കുന്നു പറഞ്ഞ് അകത്തോട്ട്. അപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ കാഴ്ച. ഓക്കെ ഓക്കെ. സോ ശിവകാശി സെറ്റിംഗ് മൊത്തം മാറിയിട്ട് ഗുജറാത്തായി. ഇത് പുതുമ ആ എനിക്ക്. ഗുജറാത്ത് അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയില്ല, ആ കണ്ടംപററി ആയിട്ട് എല്ലാവർക്കും അറിയുന്ന സബ്ജക്റ്റ്. അപ്പം എനിക്ക് ആ സ്റ്റോറി മൊത്തം കേട്ടാൻ കരച്ചിലു. ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയി. ബ്ലസ്സി കൈ കൊടുത്തു, സ്ക്രിപ്റ്റിൽ ഒരു മാറ്റം വേണ്ട, ഇതങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ താഴെ വന്നപ്പോൾ നൗഷാദും സേവിയറും ചോദിച്ച്, അവിടെ കഥ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു എക്സലൻ്റ് എന്ന്. എങ്ങനെ, ധൈര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമുണ്ട്, നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം, വാക്ക് തരുകയാണെങ്കിൽ. അങ്ങനെ ഡെഫിനറ്റായിട്ട് സക്സസ് ഞാൻ പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റിയേ ചില ആ കഥ കേട്ടപ്പോൾ. അതിൽ ഒരു വാക്ക് പോലും മാറ്റാണ്ട് തന്നെ. അപ്പോൾ നൗഷാദ് എൻ്റെ അടുത്ത് ചോദിച്ച്, അഴകപ്പണ്ണ ഇതൊരു ആർട്ട് ഫിലിമാണ്. കാരണം ഞാൻ ഒരു കാലത്തിൽ എന്നെ ഒരു ആർട്ട് ക്യാമറമാൻ എന്നുള്ള ലേബലുണ്ടായിരുന്നു. കാരണം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ടെലിവിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബെസ്റ്റ് കേരള ടെലിവിഷൻ അവാർഡ് കിട്ടി. പിന്നെ അഗ്നീഷ് അടിച്ച സിനിമയിലെ. അപ്പോൾ ഈ അവാർഡൊക്കെ കിട്ടുന്നതുകൊണ്ട് അവാർഡ് വിന്നിങ് സിനിമാറ്റോഗ്രാഫറൊക്കെ ആർട്ട് ക്യാമറമാൻ എന്നൊരു സീലിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് മൊത്തം മാറിയില്ല സിറ്റുവേഷൻ. നല്ല വർക്ക്, മോശം അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പടം ഓടുമോ? നമ്മൾ ഡെഫിനറ്റാണ് ഓടും. അതിൽ വന്ന് നമ്മൾ ടെക്നിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, അത് മാത്രം നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഓഡിയൻസിന് അത് റിയാലിറ്റിക്ക് അത് കൊടുക്കണം. എനിക്ക് കൂടുതൽ ലൈറ്റ്സ് വേണ്ട, കൂടുതൽ മറ്റേ ലെൻസിങ് അങ്ങ് ഇതെല്ലാം ലിമിറ്റേഷൻ മതി. പക്ഷെ അത് എടുക്കുന്ന രീതി സമയം കുറച്ച് തരണം, മേക്കിംഗ്. അപ്പം അഗ്രി ചെയ്തു. മമ്മൂക്കയുടെ കഥ പോയി ബ്ലസ്സി പറഞ്ഞപ്പോൾ ഇതേ വാക്കാണ് പറഞ്ഞത്. മമ്മൂക്ക സ്ക്രിപ്റ്റ് ഒന്നും മാറ്റണ്ട, എഴുതിയത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ. അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാവർക്കും. അത് അത്രയും മനോഹരമായിട്ട് പുള്ളി കറക്ഷനെ പിന്നെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു റൂമിലൊന്നും ഒറ്റയ്ക്ക് ചെയ്തോന്നറിയില്ല, സ്റ്റോറി അതേ തന്നെ. അതിൽ ഒരു സീൻ പോലും പുള്ളി മാറ്റിയിട്ടില്ല, ഇത്ര ടച്ചിങ് ആയിട്ട്. അപ്പോൾ പോയപ്പം ആദ്യമേ എനിക്ക് ഉള്ളിൽ പേടിയായിരുന്നു, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ ആലപ്പി നമ്മൾ പോകാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ആലപ്പി. ഒരുപാട് ആഡ് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആഡ് ഫിലിം പോലെ അല്ലല്ലോ, ഗ്ലാമർ കൂടിയ ഒരു സംഭവമാണ്. അപ്പോൾ ടോൺ ചേഞ്ച് ചെയ്യണം. ഞാൻ ആഡ് ഫിലിമിൽ ഉപയോഗിച്ച ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ആ കളറിങ് പാറ്റേൺ വരാൻ പാടില്ലെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഇത് ഡെപ്ത് എങ്ങനെ ഉണ്ടാക്കാൻ, ഒരു സ്റ്റോറിയുടെ ഡെപ്ത് ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചപ്പോൾ അന്ന് ഡ്രോൺ അങ്ങനെ ഒന്നുമില്ല, ജിമി ജിപ്പില്ല, ഓൺലി മാനുവൽ ക്രെയിൻ മാത്രമേ ഉള്ളൂ. 40 ഫീറ്റ് ക്രെയിൻ എന്ന് പറയുന്ന ക്രെയിൻ. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിന് 7 പേര് എന്തോ വരും അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ക്രെയിൻ ചില ദിവസങ്ങൾ വേണം പറഞ്ഞു. കാരണം ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്ന ഒരു ഈ വഞ്ചികളൊക്കെ പോകുന്ന ഷോട്ടൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആംഗിൾ കാഴ്ചയിൽ, കാരണം ആലപ്പുഴ ഷൂട്ട് ചെയ്ത് അത് മുമ്പുള്ള പടങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആംഗിൾ ഹൈ ലെവലിൽ, അല്ലെ മിനി ക്രെയിൻ. അപ്പോൾ എനിക്ക് ബേർഡ്സ് ഐ വ്യൂയിലുള്ള ഷോട്ടുകൾ വേണമെന്ന്. അപ്പോൾ നമ്മൾ വേറെ വഴിയില്ല, അങ്ങനെ ഹെലിക്യാമില്ല, ഡ്രോണില്ല, അങ്ങനെ ഇല്ലാത്ത കൊണ്ട് ഓക്കെ ഇത് മാത്രമേ എൻ്റെ കണ്ടീഷൻ വെച്ചു. എൻ്റെ സാലറി വേണമെങ്കിൽ അത് കുറച്ചുള്ളൂ, എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹിച്ച. അങ്ങനെ പറഞ്ഞപ്പം അവർ ഓക്കെ പറഞ്ഞു, ഒരു 5 ദിവസം എടുക്കാമെന്ന് പറഞ്ഞു. 5 ദിവസം നമ്മൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു. പിന്നെ സെറ്റിൽ വന്നപ്പോൾ മമ്മൂക്ക കാണുമ്പോൾ അതിലുള്ള ക്യാരക്ടറായിട്ട് മമ്മൂക്ക മൊത്തം ചേഞ്ച് ആയിപ്പോയി. അവിടെ ലൊക്കേഷനിൽ വന്നിരിക്കുന്നത്, നടക്കുന്നത്, ഇതെല്ലാം നോക്കിയാൽ ആ റിയൽ ക്യാരക്ടർ പോലെ തന്നെ നമുക്ക് തോന്നുന്നു. ഒരു പ്രൊജക്ഷനിസ്റ്റ് ഇത് തൂക്കിക്കൊണ്ട് നടക്കുന്നത്, ബോഡി ലാംഗ്വേജ് എല്ലാം പുള്ളി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ.
അത് കാഴ്ച ഒരു അത്ഭുത ഫിലിമാണ്. അത് ഡെഫിനറ്റ് അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ക്യാമറകൾ വെള്ളത്തിൽ വെള്ളത്തിൽ പോയി ആ സീൻ മൊത്തം നോർമൽ കേസിൽ ഫിലിം ക്യാമറ അകത്ത് വെള്ളത്തിൽ പോയാൽ പിന്നെ ക്യാമറ വർക്ക് ചെയ്യില്ല. മാഗസിനിലുള്ളതെല്ലാം നനഞ്ഞു പോകും. പക്ഷേ അത് നനഞ്ഞിട്ടില്ല. അത് അടുത്ത ദിവസം ഇന്നസെൻറ്റ് ചേട്ടൻ ഇല്ല. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് അമേരിക്ക പോയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്ലസ്സി അത് നിലവിളിച്ച് കരയുകയും ചെയ്തു. ഓപ്പണായിട്ട് റോട്ടിൽ നിന്നിട്ട് ഒരു പള്ളിയുടെ മുമ്പ് നിന്നിട്ട് ഒരേ കരച്ചിൽ, കർത്താവ് എന്തിനാ എന്നെ ചതിച്ചതിന്. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സംഭവം. എല്ലാവരും കരഞ്ഞു, നമ്മളും കരഞ്ഞ്, എല്ലാ ക്യാമറ അസിസ്റ്റൻ്റ് കരഞ്ഞു. അങ്ങനെ ക്യാമറ വെള്ളത്തിൽ പോയ ഒരു ദിവസമുണ്ട്. സോ ബട്ട് അതിൻ്റെ റിസൾട്ട് പിന്നെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ മൂവിങ് ആയിട്ടുള്ള സിനിമയാണല്ലോ വാസുദേവ ലക്ഷ്മി. പിന്നെ ഞാൻ സോ അതിലെ ഏറ്റവും ഭയങ്കര ഇപ്പോഴും നമുക്ക് അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കലപമണിച്ചേട്ടൻ എങ്ങനെയാണ് ഈ കണ്ണിൻ്റെ കൃഷ്ണമണി മുകളിലേക്ക് വെക്കുക എന്നുള്ളത്. അത് ഏറ്റവും അധികം സമയം നേരിട്ട് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു ആളായിരിക്കുമല്ലോ. അതിന് മുമ്പും പലപ്പോഴും ഇപ്പോൾ കമലഹാസൻ സാർ രാജാവിൻ പാർവയിലൊക്കെ അന്തര അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ പലരും അന്തര അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത്രയധികം പ്രസിഷനോടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഒരു അന്തനെ കാണുന്നത് ആ സിനിമയിലാണ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ മണിച്ചേട്ടൻ്റെ അടുത്ത് ഈ കൃഷ്ണമണി ഇങ്ങനെ വെക്കുമ്പോൾ നിനക്ക് സ്ട്രെയിൻ ഉണ്ടോ, ഓക്കെ ആണോ? ഡെഫിനറ്റാണ്. ഞാൻ ആക്ടേഴ്സ് ട്രബിൾ ചെയ്യാത്തൊരു സിനിമാറ്റോഗ്രാഫർ. ഒരു ആക്ടേഴ്സും ഫോഴ്സ് ആയിട്ട് ഇത് ചെയ്യരുത്. അവരുടെ കംഫർട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇതുവരെ പടങ്ങൾ ചെയ്തത്. അപ്പോൾ ചോദിക്കുമ്പോൾ അവരായിട്ട് ഫ്രണ്ട്ലി ആകുമ്പോൾ അവർ ഡെഫിനറ്റ്ലി കംഫർട്ട് ഇല്ലെങ്കിലും കംഫർട്ട് ആവും. നമ്മുടെ അടുത്ത് പറയത്തില്ല. അങ്ങനെ പല സിറ്റുവേഷനും. അതേപോലെ തന്നെ മണിയെടുത്ത് ഇത് മണിക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വിനയൻ എന്നെ വന്ന് കണ്ടത് ലൊക്കേഷൻ ഈ കഥ പറയാൻ വേണ്ടി ഞാൻ പി എൻ മേനൻ സാറുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ടാണ് രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ഈ കഥ പറയുന്നത്. അപ്പം ഞാൻ ആദ്യം വിനയൻ്റെ പടങ്ങളൊന്നും ചെയ്തതുകൊണ്ട് വിനയൻ ഇത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് വിനയൻ, ലത്തീഫ് ഖാ ആൻഡ് അതിൻ്റെ പ്രൊഡ്യൂസറായ വിന്ധ്യൻ, പിന്നെ ഒരാൾ കൂടെ ഉണ്ടാകുന്ന 4 പേരും ഒറ്റപ്പാലം വന്ന് രാത്രി 10 മണിക്ക് എന്നെ കണ്ടിട്ട് ഈ കഥ പറയാം. എനിക്ക് അത്ഭുതമാണ്. ഒരു ക്യാമറമാൻ്റെ അന്ന് ക്യാമറമാൻക്ക് അങ്ങനെ കഥ പറച്ചതൊന്നും ഇല്ല. കഥ പറയാനുണ്ട്, അവർ ഇത്ര ട്രാവൽ ചെയ്ത് എന്തിനാ എന്ന് പറഞ്ഞാൽ എനിക്ക് ചമ്മലുണ്ടായി. ഇല്ല ഇത് അഴപ്പൻ ഇമ്മീഡിയറ്റ് പറയണം, എസ് ആർ നോ പറയണം. അപ്പം പ്രൊഡ്യൂസർ വിന്ധ്യൻ പറഞ്ഞ് എസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്, നമ്മൾ കഥ കേൾക്കട്ടെ എന്ന്. കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര ചൂസിയാണ്. അതിൻ്റെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് അവർ വന്നത്. അപ്പം അതിൽ 1-2 സജഷൻ മാത്രമേ ഞാൻ പറഞ്ഞു. അത് പിന്നെ അത് അക്സെപ്റ്റും അവർ ചെയ്തു. ഇവിടെ വന്ന് ഞാൻ മണിക്ക് ഇത്ര ലെന്തി ഡയലോഗൊക്കെ കട്ട് ചെയ്ത് എടുക്കാണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ വിനയൻ എന്നാണ് പറഞ്ഞത്, ഇല്ല അവൻ ചെയ്തോളൂ, ലെന്തി ഷോട്ടൊക്കെ ചെയ്തോളൂ, കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഭയങ്കര അത്ഭുതമാണ്. അപ്പം മണി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. മണിയെ പണ്ട് സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ എവിടെയോ വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ബട്ട് പുള്ളിക്ക് ഓർമ്മ ഉണ്ടാവില്ല, പുള്ളി ഒരു വലിയ ആക്ടറായി മാറി. അപ്പം മണിയുടെ ഇത് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ മണി പകൽ വന്നിട്ട് എൻ്റെ മുമ്പ് അഴപ്പച്ചേട്ടോ ചെയ്ത് കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കുക, എങ്ങനെയാണ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത് കണ്ട്. കാരണം അത് വെച്ചിട്ടാണ് ഞാൻ ലൈറ്റിംഗ് ചൂസ് ചെയ്യണം. നിങ്ങളുടെ കണ്ണിന് സ്ട്രെയിൻ വരാത്ത രീതിയിൽ ഞാൻ കണ്ണിൻ്റെ ആംഗിൾസൊക്കെ ലൈറ്റിംഗ് ചൂസ് ചെയ്യണം. പിന്നെ ഔട്ട്ഡോറിൽ അന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ലൈറ്റ്സ് ഒന്ന് HMI എന്ന് പറഞ്ഞ ലൈറ്റും റിഫ്ലക്റ്റേഴ്സ് ആണ്. ഇന്നത്തെ കാലത്ത് റിഫ്ലക്റ്റേഴ്സ് ഔട്ട് ഓഫ് ഇത്. അപ്പോൾ റിഫ്ലക്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതെ, ഹീറ്റ് കൂടുതൽ. അന്ന് ആക്ടേഴ്സൊക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് പടം ചെയ്തത്, പഴയ ആക്ടേഴ്സ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ, റിഫ്ലക്ടർ വയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ HMI വയ്ക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇപ്പോൾ ചെയ്യട്ടെ എന്ന് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 10 സെക്കൻഡ്സ് അല്ല 15 സെക്കൻഡ്സ് ചെയ്യുന്നു. പുള്ളി കണ്ണ് അകത്തേക്ക് കയറ്റിയിട്ട് മേളിൽ കയറ്റിയിട്ട് ഫുൾ വൈറ്റ് മാത്രമേ കാണുന്നു. പിന്നെ പുള്ളി താഴോട്ട് വരുന്നില്ല. ഞാൻ 30 സെക്കൻഡ്സ് ആയപ്പോൾ മതി എന്ന് പറഞ്ഞു. കാരണം ഷോർട്ട് 40 സെക്കൻഡ് 1 മിനിറ്റ് അല്ലേ ആവും മാക്സിമം. 1 മിനിറ്റായി, 2 മിനിറ്റ്സായി. 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് നടന്നിട്ട് ഇങ്ങനെ തിരിയാ. അപ്പം ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് പിടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് പേടിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പ് തന്നെ അത് സ്ലോലി ഇങ്ങനെ താഴെ കൊണ്ടുവരുന്നതിനെ കണ്ടു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പുള്ളി. കുറേ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ട് കഥ കേട്ട ശേഷം ഇത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത്
അപ്പം ഭയങ്കര റെസ്പെക്റ്റ് തോന്നി പുള്ളിയുടെ. അതുപോലെ ഷൂട്ടിംഗ് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിഹേഴ്സൽ എടുക്കുമ്പോൾ തന്നെ ചോദിക്കാം, സ്ട്രെയിൻ ആണെങ്കിൽ ഇങ്ങനെ കൈ കാണിക്കണമെന്ന്. ഓ ഓ ഓ കാരണം ടക്കുന്ന് ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും, പക്ഷെ കൈ കാണിച്ചിട്ടില്ല. എൻഡ് ഓഫ് ദ ഷൂട്ടിംഗ് വരെ അങ്ങനെ ഒരു സിനിമാറ്റോഗ്രാഫർക്ക് പുള്ളി, ഞാൻ ആ ആംഗിൾ ലൈറ്റ് വെച്ചിട്ട് കാണാൻ പറ്റുമോ നോക്കൂ, എല്ലാം സജഷൻ ചോദിച്ചിട്ടാണ് ചെയ്യും. ഒരു ലൈറ്റിൻ്റെ ആംഗിൾ വെക്കുമ്പോൾ ഒരു റിഫ്ലക്ടർ വെക്കാം, റിഫ്ലക്ടറൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. നാച്ചുറൽ ലൈറ്റ്സ് ആണ് മാക്സിമം ഷൂട്ട് ചെയ്യുന്നത്. ഈ കുറെ ഇന്ന് നമ്മൾ കാണുന്ന സൂപ്പർ സ്റ്റാറിൽ നിൽക്കുന്ന പല ആക്ടേഴ്സിന്റെയും ഫസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രെയിം സെറ്റ് ചെയ്ത ആളാണല്ലോ. അപ്പോൾ അന്ന് അവർക്കുണ്ടായിരുന്ന ഇൻഹിബിഷൻസ്, അവരുടെ പേടികളൊക്കെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഒരുപാട് ആക്ടേഴ്സിന്റെ ആദ്യ ഷോട്ട് അല്ലെങ്കിൽ ആദ്യ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ള ആളാണല്ലോ. ഇപ്പൊ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ്, അദ്ദേഹം ഇന്നൊരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല, മോളിവുഡിനെ മൊത്തം ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു അംബാസഡർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നയൻതാര ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിയിരിക്കുന്നു. അവരുടെ പേര് സിനിമകൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവർക്കൊരു ഓഡിയൻസ് ഉണ്ട്, അവർക്കൊരു എന്താ പറയാ പറഞ്ഞ പോലെ ബിസിനസ് വാല്യൂ ഉണ്ട്. അങ്ങനത്തെ ഒരു ആക്ടറായിട്ട് അവിടെ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും ആദ്യ സിനിമകൾക്ക് ക്യാമറ വയ്ക്കുക. അപ്പൊ അവര് ആക്ടേഴ്സായിട്ട് ഇവർക്ക് ഇനീഷ്യലായി ഉണ്ടായിരുന്ന പേടികള്, ഇൻഹിബിഷൻസ്, എങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട് വരിക എന്നുള്ള കാര്യങ്ങൾ, അഭിനയിക്കാൻ ഈ ഫ്രെയിമിങ്, ലൈറ്റ് പാറ്റേൺ ഒന്നും അറിയാത്തതിന്റെ വിഷമങ്ങളൊക്കെ ആദ്യം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ പൃഥ്വിരാജിനെ ഫസ്റ്റ് ഷോട്ട് വയ്ക്കുന്ന ദിവസം ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ആ ദിവസത്തെ ഓർമ്മ? പൃഥ്വിരാജ് ഞാൻ അവിടെ ഫസ്റ്റ് അവിടെ പൂജ ടൈമിലാണ് കണ്ടത്. പക്ഷെ കേട്ടിട്ടുണ്ട് പൃഥ്വിരാജിനൊരു ആളുണ്ട്, അമ്മയെ അറിയാം. അപ്പോൾ പൃഥ്വിരാജ് വന്ന് ആക്ടിങ് തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് അവിടെ നന്ദനം വീട്ടിൽ വെച്ചിട്ട് നേരിട്ട് വന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. വന്ന് പുള്ളി 2-3 ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കണം, പിന്നെ നിന്ന് നോക്കുന്നിട. അപ്പോൾ രഞ്ജിത്ത് ആക്ഷൻ പറഞ്ഞു, വന്നു ചെയ്തു, ഓക്കെ. ആരും അത് നോ പറഞ്ഞില്ല. കാരണം പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര കോൺഫിഡൻസ് ഒരു 50 പടം അഭിനയിച്ച ഒരു ആക്ടർ ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. അപ്പോൾ അതിൽ എനിക്ക് അത്ഭുതം തോന്നി. ഫസ്റ്റ് ഫിലിമാണെന്ന് ഒരു ഡൗട്ടായി. അപ്പോൾ ഞാൻ രണ്ടാമത് ഇത് ഓക്കെ പറഞ്ഞു, എല്ലാവരും ഓക്കെ പറഞ്ഞപ്പോൾ എനിക്ക് റീടേക്ക് വേണ്ടി ആവശ്യമില്ലല്ലോ. ഡയറക്ടർ പറയുന്നത്, സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളി തന്നെ, പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ പപ്പൻ, പത്മകുമാർ, എല്ലാവരും അവിടെ നിന്നിട്ട് ഭയങ്കര ക്ലാപ്സ് അടിച്ചു. ഡെഫിനറ്റ്ലി ഞാനും അതിൽ എൻജോയ് ചെയ്ത്. അത് ഫിലിം ക്യാമറ വേണം. അപ്പോൾ റീവൈൻഡ് ചെയ്ത് നോക്കുന്ന പരിപാടിയൊക്കെ ഒന്നുമില്ല. അപ്പോൾ സെക്കൻഡ് പോയി, തേർഡ് പോയി, ഇങ്ങനെ റീടേക്കിന് പറയുന്ന സംഭവമില്ല. അത്ര കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് എത്ര ഉണ്ട് എന്നൊക്കെ ചോദിക്കും. പടം തുടങ്ങി ഒരു 5 പല ആക്ടേഴ്സും ചോദിക്കാത്ത ഒരു ചോദ്യം അപ്പം വന്ന് ചോദിക്കും, എത്ര എൻ്റെ സൈസ് ഇമേജ്. അപ്പോൾ ബോൺ സിനിമ പേഴ്സൺ ആണ്. വീട്ടിലെ സിനിമ കണ്ടു വളർന്നത് കൊണ്ട് അത് സെൽഫായിട്ട് പഠിച്ചത്, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പോയിട്ടില്ല. സോ ഫസ്റ്റ് നന്ദനത്തിൽ റീടേക്ക് സംഭവങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഏത് റീടേക്ക് ഒരുപാട് എടുത്തൊന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഡയലോഗ് ചേഞ്ചിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇംപ്രൂവൈസേഷന് വേണ്ടി എടുത്ത് കാണാനല്ലാതെ ഒരു സിനിമാറ്റോഗ്രാഫറുടെ പോയിന്റ് ഓഫ് വ്യൂ റീടേക്ക് വന്നില്ല. അത്ര കോൺഫിഡൻസ്. അന്ന് ഒരു ദിവസം ഞാൻ ചോദിച്ചു, എൻ്റെ റൂമിലേക്ക്, അടുത്ത റൂമായിരുന്നു, ഞാൻ വൈകിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വന്ന് അവിടെ നിന്ന് രാജു തട്ടി, ആർ യു കംഫർട്ടബിൾ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഇത് സെൽഫ് ട്രെയിനിങ് എടുത്തതെന്ന്? ഇല്ലില്ല. ആക്ച്വലി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. എന്താണ്, എനിക്ക് ഡയറക്ഷനാണ് ഭയങ്കര താല്പര്യം. പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഫിലിമിൽ തന്നെ. ആണോ, അപ്പം ഡയറക്ഷൻ കോഴ്സ് ചെയ്താൽ ചെയ്ത്? ഇല്ല, ഞാൻ കേട്ടും കണ്ടും പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ഞാൻ സിനിമ, എനിക്ക് ആക്ടർ ആവാൻ ഒരു നിമിത്തത്തിലുണ്ടായതാണ്. പക്ഷെ മനസ്സിൽ ഡയറക്ടോറിയൽ. കാരണം എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം വന്നിട്ട് ഫ്രെയിം നോക്കുമ്പോൾ എത്ര സാർ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പോകും. പിന്നെ നമ്മൾ ഫ്രണ്ടായപ്പോൾ, നല്ല ഫ്രണ്ടായപ്പോൾ ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. മുതൽ ആദ്യം കുറച്ച് ഡിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ പുതിയ ആക്ടേഴ്സ് വരുമ്പോൾ ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ല, ഞാൻ അറ്റാച്ച് ചെയ്യും. അതന്നെ നയൻതാര കൊണ്ട്, അത് തന്നെ മീര ജസ്മിൻ്റെ, അത് തന്നെ പത്മപ്രിയയുടെ ഫസ്റ്റ് ഫിലിം, പിന്നെ പ്രിയങ്ക നായർ, ഇങ്ങനെ കുറേ ആക്ടേഴ്സ് എല്ലാവരും ഫസ്റ്റ് ഫിലിം വരുമ്പോൾ അവരെ മാക്സിമം ഫ്രണ്ട്ലി ആക്കുക. നയൻതാരയുടെ ആദ്യ ഷോട്ട് എന്തായിരുന്നു? നയൻതാരയുടെ ആദ്യ ഷോട്ട്, അതിനു മുമ്പ് വീഡിയോ, നയൻതാര ആക്ച്വലി ഫസ്റ്റ് വന്നിട്ട് ഓഡീഷനിൽ ഇൻ്റർവ്യൂ പോലെ കഴിഞ്ഞിട്ട് ഷി ഗോൺ. അപ്പം പടം തുടങ്ങുക വളരെ അടുത്ത ദിവസങ്ങളായി. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞ്, നമ്മൾ ഹീറോയിൻ ആയിട്ടില്ല ഇതുവരെ, ഒരു പുതുമുഖമാണ് ഞാൻ ആലോചിക്കുന്നത്, കിട്ടിയില്ലെങ്കിൽ
ഞാൻ മറ്റേ അതിന് മുമ്പ് ചെയ്ത അസിൻ ഉം. അസിനെ തന്നെ വിളിക്കാൻ തമിഴ് പടത്തിലേതോ ഇരിക്കുന്നത് ഉം. ഇല്ലെങ്കിൽ അസിനെ തന്നെ തിരിച്ച് വിളിക്കണം എന്തോ സൂചന കിട്ടി. ഉം. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫ് അഴകൻ ആരെങ്കിലും മനസ്സിലുണ്ടോയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ് എന്തെങ്കിലും നമ്മൾക്ക് വന്നതിൽ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉം. അപ്പോൾ ഒരു 4-5 ഫോട്ടോഗ്രാഫ്സ് ഉം. എടുത്ത് കാണിച്ചു. അതിൽ 3 ഫോട്ടോഗ്രാഫ് ഞാൻ മാറ്റി വെച്ചു. ഉം. ഒന്ന് നയൻതാരയുടെ ഫോട്ടോ, ഉം. ಇನ್ನೊಂದು പത്മപ്രിയയുടെ ഫോട്ടോ, ഉം. ಇನ್ನൊരു ഫോട്ടോ ഒന്ന് ഒരു മോഡലുണ്ട് ഒന്ന്. ഉം. അപ്പം ഞാൻ ഇത് ചോദിച്ചപ്പോൾ ഇത് ബാംഗ്ലൂരാണ്. ഉം. ഈ കുട്ടി ആരാന്ന് ചോദിച്ചു. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാതില്ലേ. അപ്പോൾ ഉം. ഇതും ബാംഗ്ലൂരിലാണ്. അവൾ IT വലിയ പോസ്റ്റിലിരിക്കുന്നതാണ്, പത്പ്രിയാണ്. പക്ഷേ രഞ്ജൻ പ്രമോദിൻ്റെ ആഡ് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അത് ഇത് ഇത് ഡയനാണ്, ടെലിവിഷനിലൊക്കെ മറ്റേ കോമ്പീരിങ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിയെ വരുമോ വിളിച്ച് അവിടെ ഓഡിഷൻ ചെയ്ത് നോക്കാനോ? ഉം. അപ്പം പുള്ളി പറഞ്ഞ് ആർക്കും ഇവിടെ കൂടെ ഇരിക്കുന്ന ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉം. അപ്പോൾ എന്ത് പറ്റി അങ്ങനെ തോന്നുന്നത്? ഞാൻ പറഞ്ഞു എന്തോ ഒരു ചെറിയ തോന്നലാണ്, വിളിച്ച് നോക്കാൻ ഞാൻ ഒരു വീഡിയോ ടെസ്റ്റ് എടുത്ത് നോക്കാണ്. ഉം. അങ്ങനെ പട്ടാമ്പിയിൽ അവർ തിരിച്ചു വന്നു. ഓ. വന്നിട്ട് ഒരു റൂമിൽ ഞാനും നയൻതാര മാത്രം. സത്യേട്ടൻ പറഞ്ഞ് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ ക്യാമറ വെച്ചിട്ട് ചിരിക്കൂ, കരയോ, ചാടിക്കോ, ഇരിക്കൂ, പെട്ടെന്ന് തിരിയോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്, റണ്ണിങ് കമൻറ്റ് കൊടുക്കും. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആ. അപ്പോൾ പുള്ളിക്കാരി ഫുള്ള് ചെയ്തിട്ട് കരഞ്ഞോളൂ, ഉം. പെട്ടെന്ന് ചിരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നല്ല ഡയറക്ടർ കിട്ടിയ ഷീ ക്യാൻ ഡു ഇറ്റ്. യെസ് യെസ്. അപ്പോൾ സത്യേട്ടൻ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടു. ഉം. അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു. പേരൻസ് വന്നിട്ട് പരിചയപ്പെടുത്തി, ദേ ഗോൺ. ഉം. അപ്പം സത്യേട്ടൻ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പം ഇഷ്ടപ്പെട്ടോന്ന്. ഞാൻ പറഞ്ഞു എന്തോ ഒരു സ്പാർക്കുണ്ട്, അത് എന്താണെന്നറിയില്ല, ഒരു സ്പാർക്കുണ്ട് ക്യാമറയുടെ മുമ്പ് വരുമ്പോൾ ഷി ഹാസ് സം സ്പാർക്ക്. ആണോ, ഉം. ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ 1-2 പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറഞ്ഞത്, ശരിയാവില്ലെന്ന്. പക്ഷേ സത്യേട്ടൻ എന്തോ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ തന്നെ വിളിക്കാമല്ല പറഞ്ഞിട്ട് വിളിച്ചു. ഫസ്റ്റ് വന്നത് ഒരു വീട്ടിലൊരു ഷോട്ട് എടുക്കുന്നത്. ഉം. അപ്പോൾ അന്ന് ഞാൻ നോക്കിയപ്പോൾ അവളുടെ ലെഫ്റ്റ് പ്രൊഫൈലിൽ എന്തോ ഒരു ചെറിയ ഒരു ക്യാമറയിൽ ഞാൻ എടുത്ത വീഡിയോ നോക്കുമ്പോൾ ലെഫ്റ്റ് പ്രൊഫൈലിൽ എന്തോ ഒരു ഭംഗി ഉം. കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഉം. അപ്പം ഞാൻ പറഞ്ഞ് ആ എൻട്രി റൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് എൻട്രി ഷോട്ട് ഇങ്ങനെ. ആ. അപ്പോൾ ഓക്കെ, എൻട്രി റൈറ്റിൽ നിന്ന് എടുത്ത് റൈറ്റിൽ വന്നു. അപ്പോൾ റൈറ്റ് പ്രൊഫൈലായിരുന്നു. ആ. അത് എടുത്ത് അതിൻ്റെ ക്ലോസപ്സ് എടുത്ത് അതൊക്കെ ഒന്നും പ്രോബ്ലം അല്ല. അടുത്ത സീൻ വരുമ്പോൾ വീണ്ടും ഞാൻ റൈറ്റ് എൻട്രി തന്നെ കൊടുക്കാൻ പറഞ്ഞു. ഉം. അത് കാരണം ഒരു പരിചയപ്പെടാനോട് ക്യാരക്ടർ ആയിക്കഴിഞ്ഞാൽ ഓ, ഒരു ഓ, ഓ. ആക്ടർ വന്നിട്ട് ക്യാമറയുടെ മുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഇന്നത്തെ ജനറേഷനുക്ക് അതില്ല. ഉം. ഇന്നത്തെ ജനറേഷനുക്ക് മൊത്തം അവരുടെ മൂക്ക് എങ്ങനെ, വായി എങ്ങനെ, കണ്ണെങ്ങനെ നോക്കാറില്ല. അന്ന് നമ്മളൊക്കെ ഒരു പെയിന്റിങ് കോൺസെപ്റ്റിൽ കൊണ്ട് അത് ചിന്ത വന്ന് കാണും. അപ്പൊ റൈറ്റ് പ്രൊഫൈലാണ് ഭംഗി. ഒരു ആക്ടർ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ഇതില്ല. ദേ ഷുഡ് പെർഫോം, അത്രേ ഉള്ളൂ. ഓക്കെ. അത് നാച്ചുറൽ അല്ലേ. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം, ഒരു ബ്യൂട്ടി ബാലൻസ് ചെയ്യണം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐഡിയ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അവൾ സോങ്ങിൽ ഉപയോഗിച്ച് ആ മനുഷ്യനൊക്കെ കാണുമ്പോൾ ലെഫ്റ്റിലിരുന്ന് മെല്ലെ ഒന്ന് പാടിയെന്ന് ഒരു പാട്ടില്ല, ലെഫ്റ്റിലിരുന്ന് ഒരു എൻട്രി, ഒരു ഷോട്ട് ബാക്ക് ലൈറ്റിൽ വരും. അതാണ് ഫസ്റ്റ് ലെഫ്റ്റ് എൻട്രി ക്യാമറയിൽ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും അതെപ്പറ്റി ഹാപ്പി ആയ ശേഷം പിന്നെ ലെഫ്റ്റുമില്ല റൈറ്റുമില്ല, റൈസിങ് അപ്പ് അത്രയും ഉണ്ടായി. സോ അത് ഒരു എന്താ പറയുക, ആ മീര ജസ്മീനിക്ക് എടുത്ത ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതാണ് മീര ജസ്മീൻ. സൂത്രധാരന് വേണ്ടിയിട്ട് ഇല്ല, ഒരു ആഡിന് വേണ്ടി ബ്ലസ്സി ഞാൻ ആഡ് ചെയ്തു. ബ്ലസ്സി ഡയറക്ഷൻ ചെയ്യുന്ന ആഡിന് ഞാൻ തിരുവല്ലയിൽ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഒരു പെൺകുട്ടി കയറി വരുന്നു, അവിടെ നിന്ന് നിൽക്കുന്നു. അപ്പം ഷോർട്ട് കട്ട് പറഞ്ഞപ്പോൾ ബ്ലസ്സി കയറിക്കോന്ന് പറഞ്ഞു. അവൾ വന്നപ്പം ഇതെൻ്റെ പള്ളിയിൽ വരുന്ന ഒരു കുട്ടിയാണ്, അവൾ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, ചുമ്മാ കാണണം പറഞ്ഞു. അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അഭിനയിക്കുമെന്ന് ചോദിച്ചു. ബ്ലസ്സി പറഞ്ഞ് അറിയില്ല എന്ന്. നമ്മൾ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. യെസ് എന്ന് പറഞ്ഞ് ഒരു ടീഷർട്ട് ഇട്ടിട്ട് വന്നു. അങ്ങനെ ടീഷർട്ട് ഇട്ട് ടപ്പന് ഒരു പേടിയില്ലാതെ പെട്ടെന്ന് ഒരു ടീഷർട്ട് ഇട്ട് അവിടെ വന്ന് നിന്ന് ബ്ലസ്സി പറഞ്ഞ ഡയലോഗ്, എക്സ്പ്രഷൻ എല്ലാം കൊടുത്ത് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷീ ഈസ് വെരി ടാലൻറ്റഡ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സൂത്രധാരം പോയപ്പം ആക്ടേഴ്സ് ഇതുപോലെ പുതിയ ആക്ടേഴ്സ് വേണം പറഞ്ഞപ്പോൾ ബ്ലസ്സി എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് ലോഹിയേട്ടൻ്റെ പറഞ്ഞു നോക്കുക, ഇൻട്രസ്റ്റഡ് ആണെന്ന് വിളിക്കാൻ. അങ്ങനെ ബ്ലസ്സി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബ്ലസ്സിയുടെ ഒരു ആക്ടർ പള്ളിയിൽ വരുന്ന കുട്ടിയെ കണ്ടു, ഭയങ്കര
ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ്. അപ്പോൾ വരാൻ പറയുന്നത് അങ്ങനെ ഫിലിം ക്യാമറ വെച്ചിട്ടാണ് അവൾ ഓഡിയേഷൻ നടത്തിയത് അവിടെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ. ഞാൻ തന്നെ ഷൂട്ട് ചെയ്തു. അത് ഇതേപോലെ തന്നെ ചിരിക്കുക, കരയുക, അതൊക്കെ എല്ലാം പലതും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, എക്സ്പ്രഷൻസ് കിട്ടാനായിട്ട് പെർഫെക്റ്റായി എല്ലാം പെർഫെക്റ്റാണ്. നോ ഡൗട്ട്. എല്ലാവരും ലോഹിയേട്ടൻ ആ റഷ് കണ്ടിട്ട് അപ്പം തന്നെ സെലക്ട് ചെയ്തു. അതേപോലെ ഫസ്റ്റ് ഷോട്ട് സൂത്രധാരനിൽ തന്നെ റീടേക്ക് ഇല്ല, ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ. പിന്നെ കട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൈ കാണിച്ചപ്പം ലോഹിയേട്ടൻ പറഞ്ഞു ഒരു സ്റ്റാൻഡ് ബൈ കൂടെ വെറൈറ്റിക്ക് വേണ്ടി എടുത്തു വെക്കാന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് എടുത്തതാണ് യൂസ് ചെയ്തത്. ഇതെല്ലാം ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആക്ടേഴ്സാ. ഈ കോവിഡിന്റെ സമയത്ത് ഒരു ഇൻഡോ UK പ്രൊഡക്ഷന്റെയും കൂടി ഭാഗമായല്ലോ. നിമിഷ സജയൻ ഒരു ഭയങ്കര ടാലന്റ് ആണെന്നൊക്കെ സാർ FBയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു പ്രൊഡക്ഷന്റെ കൂടെ ഷൂട്ട് ചെയ്യുക അതൊരു ചാലഞ്ച് ആയിരുന്നു. ഭയങ്കര ചാലഞ്ചായിരുന്നു. കാരണം എനിക്ക് ആ സബ്ജക്റ്റ് ആക്ച്വലി കേട്ടപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആദ്യം ആ സബ്ജക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ കേട്ടപ്പം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് വെച്ച് പോയ ഒരാളായതുകൊണ്ട് അപ്പോൾ അത് രണ്ടാമത് വായിച്ചു സ്ക്രിപ്റ്റ്. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇറ്റ് ഷുഡ് ബി എ വെരി ഗുഡ് ഫിലിം. അപ്പോൾ അതിനൊരു ഇത് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അമീർ ഖാൻ നടത്തിയ ഒരു കോമ്പറ്റീഷൻ ബോംബെയിൽ വന്നിട്ട് കോവിഡ് ടൈമിൽ നല്ല സ്ക്രിപ്റ്റിന് അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 500-600 സ്ക്രിപ്റ്റ് വന്നു അമീർ ഖാൻ്റെ ടീമിക്ക്. അമീർ ഖാൻ നടത്തിയതാണ്. അപ്പോൾ ആ എല്ലാ എക്സ്പേർട്സാണ്. ഈ സ്ക്രിപ്റ്റും ആ കുട്ടി അയച്ചു കൊടുത്തു, എൻ്റെ റൈറ്റർ നീത്ത ശ്യാമിന്. അപ്പം കുട്ടീന് പറയാൻ കാരണം ഒരു മാസം തൊട്ട് എനിക്ക് അറിയുന്ന ആണ് എന്നെ കൊണ്ട് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അവർ അയച്ചു കൊടുത്തു, അങ്കിൾ ഞാൻ അയച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. 5 സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതിൽ 1 ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റിൽ 5 സ്ക്രിപ്റ്റ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത്. അപ്പോൾ ഇത് മമ്മൂക്കാവ് കൊണ്ട് ചെയ്യണമെന്നോ. അങ്ങനെ മമ്മൂക്കാവിടെ പോയി ഞാനും ലൊക്കേഷനിൽ പോയി, മമ്മൂക്കാവ് പോയി കാണാൻ പോയി. അവിടെ ചേർത്തലയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഐ തിങ്ക് പ്രിൻസ് എന്ന് തോന്നിയ. അപ്പോൾ അത് പോയിട്ട് അവിടെ ലൊക്കേഷനിൽ പോയി മമ്മൂക്ക വന്ന് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് ഒരു ഡേറ്റ് സംസാരിക്കാൻ വേണ്ടിയാണ്, അത് ടൈം വേണം ഒരു സംസാരിക്കാൻ, എന്ന് മമ്മൂക്ക ഫ്രീയോ അന്ന് സംസാരിക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി വന്ന അല്ല ഇപ്പം തന്നെ പറയുന്നു. അല്ല ഒരു കുട്ടി വന്നിട്ടുണ്ട്, അത് മുകേഷിൻ്റെ സിസ്റ്ററുടെ മകളാണ്. അപ്പം അപ്പോൾ അവർക്ക് ഒരു കഥ പറയണം. അത് എന്തെങ്കിലും സൗര്യമായ ഒരു ദിവസം പറഞ്ഞ ഒരു മാസം കൂടെ UK നിന്ന് വന്ന കുട്ടിയാണ്, അവിടെ ഡയറക്ഷൻ പഠിച്ചതാണ്. സോ അവർക്ക് പറയണം, അതിപ്പോൾ പറയാമല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞ സെറ്റ് ഫുള്ള് ഡിസ്റ്റർബ് ആവില്ലേ, ഇപ്പം പിന്നെ ഒന്ന് പറയാൻ ഇല്ല ഇപ്പം തന്നെ പറയാം. അങ്ങനെ ഇമ്മീഡിയറ്റ് അവിടെ ചെയർ കൊടുത്ത് ഒരു കഥ പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞ എൻഡ് ഓഫ് ദ പോർഷൻ മമ്മൂക്കക്ക് ചില ചേഞ്ചസ് പറഞ്ഞു. കാരണം അത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പോകുമ്പോൾ പരാജയപ്പെട്ട ഒരു ഹീറോ ആയിട്ട് പോകുമെന്നൊരു തോന്നിക്കാണും. അന്ന് മമ്മൂക്ക ചെയ്തിരിക്കുന്ന ഒരു ലൈൻ ഓഫ് ഫിലിംസ് കാണുമ്പോൾ ചിലപ്പം ഇന്ന് മമ്മൂക്ക വെറൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്ര വെറൈറ്റി ഇന്ത്യൻ ആക്ടേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മമ്മൂക്ക ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റും ചേഞ്ച് ഓവറും അത്ഭുതമാണ്. അപ്പോൾ ആ സമയത്തിൽ അത് മമ്മൂക്ക പറഞ്ഞ് ഇങ്ങനെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ UK വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഇത് യഥാർത്ഥ സ്റ്റോറിയാണ്, അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമക്ക് വേണ്ടി മാറ്റിയെന്ന് തോന്നും. കാരണം ഈ കഥ ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ എനിക്ക് ഇത് കഥ മാത്രം ഇങ്ങനെ ജീവിക്കുന്നോന്ന് എനിക്കറിയില്ല. അവിടെ പോയി ഞാൻ ലൊക്കേഷൻ കാണാൻ പോയി. കാണുമ്പോഴാണ് റിയലി ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ ലൈഫ് കണ്ടത്. പാകിസ്ഥാനിയുണ്ട്, ഇന്ത്യനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, സിറിയൻസ് ഉണ്ട്. ഇവർ എത്ര വർഷങ്ങളായിട്ട് ജീവിക്കുന്നത് സൗത്ത് ഹാൾ എന്നൊരു ഏരിയയിൽ. ദേ ഡോണ്ട് ഹാവ് പാസ്പോർട്ട്. അവർ പാസ്പോർട്ടില്ല, വേറെ ID കാർഡില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ബട്ട് ദേ ആർ ലിവിങ്. എത്ര വർഷമായിട്ട് അവർ 70 വയസ്സ് ആളുണ്ട്, 80 വയസ്സ് ആളുണ്ട്, അവിടെ മരണപ്പെടുന്നു. അവരുടെ കുട്ടികൾ ജനിച്ചവർക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് പാസ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഹിഡനായിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം പൈസ കൊടുത്തില്ലെങ്കിൽ പലരും ജോലിക്ക് വിളിച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എവിടെയും റെക്കോർഡില്ലല്ലോ, ഏത് പോലീസ് സ്റ്റേഷനും പോകാൻ പറ്റില്ല, അവർ പിടിച്ചകത്തേടും. അങ്ങനെ ഒരു ഹിഡൻ ലൈഫാണ്. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ റിയൽ ലൊക്കേഷൻസിൽ പോയപ്പം ഒരേ വീട്ടിൽ താമസിക്കുന്ന പാകിസ്ഥാനിയും കണ്ട്, ഇന്ത്യനും കണ്ട്. അവിടെ എല്ലാവരും നോക്കണ്ട്, അവിടെ മതമില്ല, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇതിലാണ് അഫെക്ഷനിൽ ജീവിക്കുന്നത്. അല്ല ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ലൈഫ് എന്ന് വിചാരിച്ചു.
നമുക്ക് കാശ് വരുമ്പോഴാണ് നമ്മളൊക്കെ ഇതൊക്കെ സ്റ്റാറ്റസും മതവും അല്ലെങ്കിൽ Boundaries-ഉം. ബൗണ്ടറീസും ഉണ്ടാക്കുന്നത്. അതല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ്. ബട്ട് അവർക്ക് എന്താ ഇത്ര കുറച്ച് വിശപ്പ് മാറ്റണം, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ റിയലിസ്റ്റിക് തന്നെ ചെയ്യണം പറഞ്ഞ് റിയൽ ലൊക്കേഷൻ തപ്പി. അപ്പോൾ സൗത്ത് ഹാളിൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാട് കോവിഡ് ടൈമിലെന്ന് പറഞ്ഞപ്പോൾ ബെർമിംഗ്ഹാമിൽ വന്നത്. ബെർമിംഗ്ഹാമിൽ വന്നിട്ട് അവർ ഭയങ്കര ഹോംവർക്ക് ചെയ്തിരുന്നത്. സിസ്റ്റേഴ്സാണ് അവർ, ഡയറക്ടറും ഇതും. ആ ഹോംവർക്ക് വെച്ചിട്ട് തന്നെ അവരുടെ എന്താ വേണമെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താ വേണമെന്നാണ് പറയുന്നത്, എന്താ ഇല്ലെന്ന് പറയാൻ പാടില്ല. ഡയറക്ടർ ഷുഡ് ആസ്ക് ദ സിനിമാറ്റോഗ്രാഫർ എനിക്ക് ഇത് വേണമെന്ന്. അല്ല ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ട് ഇതില്ലല്ലോ എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് അവർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസിയായി. ഞാൻ റിയൽ ലൊക്കേഷൻസ് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ടെക്നിക് എല്ലാം ഏത് തരത്തിലെ ലൈറ്റിങ് ചെയ്യണമെന്നുള്ളത് ഞാൻ പാരസൈറ്റ് എന്നൊരു പടം വന്നിട്ട് ഭയങ്കര കൊറിയൻ പടം. അപ്പോൾ അതൊക്കെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത പടങ്ങളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതെല്ലാം മനസ്സിലുകൊണ്ട് ശരി ഓക്കെ ഇങ്ങനെ ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലെസ് എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ട് ക്യാമറ മാത്രം എനിക്ക് നല്ല വേണം. അപ്പം നമ്മൾ വെനീസ് ക്യാമറ അന്ന് ആരും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അത് ചില ഓരോ കാലഘട്ടത്തിലും ഓരോ ക്യാമറ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആട്ടോ ക്യാൻവസ് ബൈലോട്ട് ബോലക്സ് തുടങ്ങിയ ആളാണ്. ഇപ്പോൾ നമ്മളൊരു 30-40 ക്യാമറയുടെ വെറൈറ്റി ഫിലിമിൽ തന്നെ മാറി, ഡിജിറ്റലിൽ മാറി, സ്റ്റിൽ ക്യാമറയിലും മാറി. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അത് ട്രൈ ചെയ്ത്. അപ്പോൾ റിയലിസ്റ്റിക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആക്ടേഴ്സ് ആരും പറഞ്ഞ ആദിൽ ഹുസൈൻ ഈ കഥ കേട്ടിട്ട് വാലണ്ടിയർ ആയിട്ട് വന്നു. എനിക്ക് റെമ്യൂണറേഷൻ പ്രോബ്ലം ഇല്ല, ഐ വാണ്ട് ടു ഡു ദ മൂവി. അങ്ങനെ നമ്മൾ നിമിഷമായിട്ട് പറഞ്ഞപ്പം നിമിഷ നേരിൽ വന്ന് കഥ പറഞ്ഞപ്പോൾ ഷി വാണ്ടഡ് ടു ഡു ലെന. ബാക്കിയെല്ലാം ബ്രിട്ടീഷ് ആക്ടേഴ്സ്, അവിടെ ജീവിക്കുന്ന ആക്ടേഴ്സ് ശ്രീലങ്കനുണ്ട്, എല്ലാവരും ഉണ്ട്. സോ അത് ഭയങ്കര പിന്നെ ഫുഡ് പ്രിന്റ്സ് ഓൺ വാട്ടർ. അപ്പോൾ കോവിഡ് ടൈമിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷനാണ്. ആംബുലൻസ് സൗണ്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ മാത്രം നമ്മൾ കട്ട് ചെയ്യും, കാരണം സൗണ്ട് നമ്മൾ ലൈവ് സൗണ്ടാണ്. പിന്നെ അവിടെ ഇരുന്ന ആളുകളൊക്കെ ഏത് കൺട്രിന്ന് അറിയില്ല, അവരെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ട്. സോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാം ഉള്ള റിക്വയർമെൻറ്റ് വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്ത് അതിലുള്ള ആക്ടേഴ്സൊക്കെ ഉപയോഗിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലാസ്റ്റ് ഡേ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഒരാൾ കോവിഡ് വന്നു. അപ്പം കോവിഡ് വന്നത് കൊണ്ട് സൗണ്ട് റെക്കോർഡിസ്റ്റ് എല്ലാവരും ബ്രിട്ടീഷ് പീപ്പിളാണ്, അവരെല്ലാവരും പോയി. അല്ല പല കൺട്രിയുടെ ആളുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തു. എൻ്റെ ഗാഫർ എന്ന് പറയുന്നത് ലൈറ്റിംഗ് ചീഫ് വന്നിട്ട് ഇറ്റാലിയനാണ്. കാസ്റ്റ്യൂം വന്നിട്ട് അവരൊരു മൊറോക്കോ അതാണ്. ക്യൂബനാണ് അസോസിയേറ്റ് ഡയറക്ടർ. റഷ്യനാണ് പ്രൊഡക്ഷൻ ഇൻചാർജ് കംപ്ലീറ്റ് കൺട്രോളർ എന്ന് പറയുന്നത്. എഡിറ്റർ ഒന്ന് പാകിസ്ഥാനിയായിരുന്നു. അങ്ങനെ ഓരോ കൺട്രിയിലുള്ള ആളുകൾ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഭയങ്കര എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇവരെല്ലാം ഭയങ്കര ഹൈലി പ്രൊഫഷണലാണ്. ലൊക്കേഷനിൽ ദേ വോണ്ട് ടോക്ക് മച്ച്, ദേ വോണ്ട് അൺനെസസറി ഒന്നുമില്ല. നമ്മൾ ഷോട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറകെ നടക്കാണ്ട് അവർ ലൈറ്റിംഗ് ചെയ്ത് പെർഫെക്റ്റായിട്ട് അവർ വന്ന് എലീന എന്ന് പറയുന്ന ലൈറ്റിംഗ് ചീഫ് വന്നിട്ട് എൻ്റെ പറയുന്നത് സർ ലൈറ്റിംഗ് ഈസ് ഓവർ. അവർ വന്ന് ഞാനും അവർ ക്യാമറയിൽ നോക്കിയിട്ട് അവർ മാറിപ്പോകും. അവിടെ നിന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു നാട്ടിലുള്ള കൈ കെട്ടി നിൽക്കുന്ന ഒന്നുമില്ല. ഇൻഡിപെൻഡൻ്റ്, എവരിബഡി ഈസ് ഇൻഡിപെൻഡൻറ്റ്. സോ ദാറ്റ്സ് എ ബിഗ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അപ്പം ഒരാൾ കോവിഡ് വന്നപ്പോൾ എല്ലാവരും വാനിഷായി, പലരും വാനിഷായി. പക്ഷേ ലൈറ്റിംഗ് ചീഫായിരുന്ന എലീന എന്നെ വിട്ടുപോയില്ല. കാരണം ദ ലൈറ്റിംഗ് പാറ്റേൺ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞിട്ട് ഷി ഫാൾ ഇൻ ലവ് വിത്ത് അവർ പാറ്റേൺ ഓഫ് ഇന്ത്യൻ ഫിലിം മേക്കിംഗ്. അപ്പോൾ അവർ ഭയങ്കര ലാസ്റ്റിലെ 4 days കൂടെ ടഫ് ടൈമിൽ വർക്ക് ചെയ്തു. ഞങ്ങളത് ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ഞങ്ങളെല്ലാവരും ഐസൊലേഷനിൽ ക്വാറന്റൈനിൽ 15 days ഇരുന്നു. സോ ദ ഫിലിം ഗോട്ട് 18 ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയതിൽ 18 കൺട്രി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആക്ടേഴ്സ് ആൻഡ് ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ്. ഓക്കെ. അപ്പം ഇൻട്രോയിൽ പറഞ്ഞ പോലെ അഴകുള്ള ഒരുപാട് സിനിമകൾ മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമ്മാനിച്ചതിന് നന്ദി. ഇനിയും എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ. വി ആർ വെയിറ്റിംഗ്. താങ്ക് യു. താങ്ക് യു. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.
your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.